സാധാരണമായ പുരുഷത്തിലും പരിശ്രമശാലയുമായിരുന്നു ജോസഫ്. സ്കൂളിലും മതപഠന ക്ലാസ്സിലും അവനായിരുന്നു. വലിയ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. ജോസഫിന് അധ്യാപകർക്കും വികാരിയച്ഛനും പ്രത്യേക ഇഷ്ടമായിരുന്നു. ഗ്രീസ് ഗ്രഹത്തിന്റെ തലവാല സംഘത്തിൽ ചേർന്ന് ജോസഫ് ഇവരെ ശുശ്രൂഷിച്ചു. പോരുകയും അങ്ങനെ അക്കാല പാലമാരുടെ നേതാവായി മാറുകയും ചെയ്തു. ജോസഫ് വലിയ എളുപ്പത്തോടെ പരിശുദ്ധ കുർബാനയും സൈന്യലേഖനം സ്വീകരിച്ചു. സൈന്യലേഖനം കഴിഞ്ഞെത്തിയ ജോസഫ് ഒരു വൈദ്യുതി ആണെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു. മാതാപിതാക്കളുടെ പ്രാർത്ഥന ശക്തിയിൽ അവൻ സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. 1788 സെപ്റ്റംബർ 18 ജോസഫ് വൈദിക പട്ടം സ്വീകരിച്ചു. ലളിതമായ ജീവിതം നയിച്ച് ദരിദ്രരോട് പ്രത്യേകം കരുണ കാണിച്ച് അദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ട ജോസഫ് പിന്നീട് മെത്രാനും കർദിനാളും മാർപ്പാപ്പയുമായി. 1903 ആഗസ്റ്റ് 4 തിരുസഭയുടെ 289ാമത്തെ മാതാവായി. 1914 ആഗസ്റ്റ് 20 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1984 മെയ് 29 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവിൽ സകലതും പുനരുദ്ധരിക്കുക എന്നതായിരുന്നു പാപ്പയുടെ മുദ്രാവാക്യം. നിങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ട് ഉത്തരം പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്ന് പറയുന്നവർക്കാണ് സമ്മാനം. വരുന്നവര് ഏത് ഗ്രൂപ്പാണെന്ന് കൂടി പറയണം. ഓക്കെ, തിരുസഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ 10ാം പിയൂസ് മാർപ്പാപ്പ? 259ാമത്തെ. ശരിയാണ്. എല്ലാവരും നോക്കി പറഞ്ഞാൽ മതി. പുനരുദ്ധരിക്കുക.